നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ 26ാമത്തെ ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 9th ചാപ്റ്റർ, KFCയിലെ 9th ചാപ്റ്റർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പലിശയില്ലാത്ത അഡ്വാൻസ്, അതായത് മുൻകൂർ പണം, താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോ അതിൽ ഇവിടെ കാണുന്ന ആൻസർ ഡിസ്കസ് ചെയ്യുന്നില്ല. പെർമനന്റ് അഡ്വാൻസ്, അതായത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന മുൻകൂർ പണത്തിന് പലിശയില്ല. പെർമനന്റ് അഡ്വാൻസിന് പലിശ ഇല്ല. ഈ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഫീസുകളിലെ ദൈനംദിന ചെറിയ ചെലവുകൾക്കായിട്ട് നൽകുന്ന തുകയെയാണ് നമ്മൾ ഈ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതിന് പലിശ ഈടാക്കാറില്ല. അതാണ്. ഇനിയിപ്പോൾ മറ്റു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കൃഷിക്കാർക്കുള്ള മുൻകൂർ പണം അഡ്വാൻസ്, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കുള്ള വായ്പ, ഇതെല്ലാം പലിശ കൊടുക്കേണ്ടതാണ്. ഇനി വായ്പ തിരിച്ചടവ് മുടങ്ങുമ്പോൾ, ഒരു ലോണ് റീഫണ്ട് മുടങ്ങി, അങ്ങനെയെങ്കിൽ അതിന് പിഴപ്പലിശ ഇൻട്രസ്റ്റ് ഈടാക്കും, അതായത് പീനൽ ഇൻട്രസ്റ്റ്. അതിൻ്റെ റേറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ നിരക്ക് അഥവാ റേറ്റ് അത് നമ്മൾ പറഞ്ഞതാണ്. 2.5% ആണ് പീനൽ ഇൻട്രസ്റ്റ് റേറ്റ്, 2.5%. ഇനി അടുത്ത ചോദ്യം, വൻകിട ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനത്തിനായുള്ള വായ്പകൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൻകിട ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, കൈത്തറി, ഖാദി, അത്തരത്തിൽ ഉള്ള വ്യവസായങ്ങൾക്കൊക്കെ വരുന്നത് ഏത് വിഭാഗത്തിലാണ് എന്നാണ് ചോദ്യം. അത് ശരിക്കും മിസലേനിയസ് ലോൺസ് ആൻഡ് അഡ്വാൻസിലാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചെറുകിട കുടിൽ വ്യവസായങ്ങൾ സാധാരണ ഏറ്റവും താഴേക്കിടയിലും മധ്യത്തിലുള്ളതായിട്ടുള്ള ആൾക്കാരുടെ ഗൃഹനിർമ്മാണം, ഇതൊക്കെ വരുന്ന വായ്പകൾ, അഡ്വാൻസ് വരുന്ന വിഭാഗം എന്ന് പറയുന്നത് മിസലേനിയസ് ആണ്. അതായത് വിവിധ മിസലേനിയസ് ലോൺ ആൻഡ് അഡ്വാൻസിലാണ് അത് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പലിശയില്ലാത്ത അഡ്വാൻസ് ഏതാണ്? അതായത് ഇൻട്രസ്റ്റ് ഫ്രീ അഡ്വാൻസ്. ഓപ്ഷൻ ഇതൊക്കെയാണ്: സൈക്കിൾ അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഉള്ളതാണ്; മാരേജ് അഡ്വാൻസ്, പലിശ ഉള്ളതാണ്; ഓണം അഡ്വാൻസ്, ഓണം അഡ്വാൻസിന് നമ്മൾ ജീവനക്കാരൊക്കെ വാങ്ങുന്ന ഒന്നാണ് ഓണം അഡ്വാൻസ്, അതിന് ഇൻട്രസ്റ്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഫ്രീ അഡ്വാൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ അഡ്വാൻസ് എടുത്ത് എത്ര വർഷത്തിന് ശേഷമാണ് ഒരു സർക്കാർ ജീവനക്കാരന് രണ്ടാമത്തെ സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ അഡ്വാൻസ് അനുവദിക്കാൻ കഴിയുക? അപ്പോൾ ആദ്യം ഒരു ലോൺ അഡ്വാൻസ് എടുത്തു, അത് കഴിഞ്ഞ് എത്ര വർഷത്തിന് ശേഷമാണ്, ഇത് ഏതിനു വേണ്ടിയിട്ടാ? സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ അഡ്വാൻസ് ആണ്. അത് 8 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പലിശ ഇല്ലാത്ത വായ്പ അല്ലാത്തത് ഏത്? എന്ന് പറഞ്ഞാൽ പലിശയില്ലാത്ത വായ്പ അല്ലാത്തതെന്ന് പറഞ്ഞാൽ പലിശയുള്ള വായ്പ. അത് മോട്ടോർ സൈക്കിൾ അഡ്വാൻസ് ഉണ്ട്, കൊതുകുവല അഡ്വാൻസ് ഉണ്ട്, ഫെസ്റ്റിവൽ അഡ്വാൻസ് ഉണ്ട്, ട്രാൻസ്ഫർ അഡ്വാൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ മോട്ടോർ സൈക്കിൾ അഡ്വാൻസ് ആണ്. ഈ മോട്ടോർ സൈക്കിൾ വാങ്ങുന്നതിനായുള്ള അഡ്വാൻസിന് പലിശ ഈടാക്കുന്നുണ്ട്. എന്നാൽ ഫെസ്റ്റിവൽ അലവൻസ്, കൊതുകുവല അഡ്വാൻസ്, ഇവയ്ക്കൊന്നും, ട്രാൻസ്ഫർ അഡ്വാൻസ്, ഇവയ്ക്കൊന്നും തന്നെ പലിശ ഈടാക്കുന്നതല്ല. അടുത്ത ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് വീട് നിർമ്മാണ അഡ്വാൻസ്, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, HBA, താഴെ പറയുന്ന ഏത് കാര്യത്തിനാണ് അനുവദിക്കാത്തത് ആണ് ചോദ്യം. ഏത് കാര്യത്തിനാണ് അനുവദിക്കാത്തത്? ഒന്ന്, താമസത്തിനായി സ്ഥലം വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും അതിന് അനുവദിക്കും. സ്വന്തം താമസത്തിനായി വീട് നിർമ്മിക്കുന്നതിന് അതും അനുവദിക്കും. നിലവിലുള്ള വീടിന്റെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അത് സമ്മതിക്കില്ല. നിലവിലുള്ള വീടിന്റെ
ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് അനുവദിക്കില്ല. സ്വന്തം താമസത്തിനായി വീടുള്ള സ്ഥലം വാങ്ങുന്നതിന് അതിനും അഡ്വാൻസ് അനുവദിക്കും. അപ്പൊ ഈ ഒരു കാര്യത്തിന് മാത്രമാണ് അഡ്വാൻസ് അനുവദിക്കാത്തത്. നിലവിലുള്ള വീടിന്റെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് HBA അനുവദിക്കാറില്ല. അടുത്ത ചോദ്യം, KFC ആർട്ടിക്കിൾ 244 പ്രകാരം ഒരു സർക്കാർ ജീവനക്കാരന് അനുവദനീയമായ പരമാവധി വീട് നിർമ്മാണ അഡ്വാൻസ് തുക എത്രയാണ്? അത് ഇവിടെ ഞാൻ പറയുന്നില്ല. ആ ചോദ്യം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഈ ഹൗസ് ഭവന നിർമ്മാണ തന്നെ വായ്പ തന്നെ ഗവൺമെന്റ് ചില സമയത്ത് അവരുടെ കൺട്രോളിൽ നിന്ന് വിടും. ചിലപ്പോൾ ഇപ്പൊ ഈ ബഡ്ജറ്റിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് വീണു. അപ്പോൾ അത് ഒരു പ്രത്യേക എമൗണ്ട്, ഇപ്പോഴത്തെ എമൗണ്ട് അവർ തീരുമാനിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ബേസിക് പേയുടെ 50 ഇരട്ടി കൊടുക്കും എന്നാ പറയാം. അപ്പോൾ ആ ചോദ്യത്തിന്റെ ആൻസർ വരാനിരിക്കണം. അപ്പോൾ അതിപ്പോൾ നമുക്ക് പ്രസക്തമല്ല, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. വകുപ്പ് മേധാവികൾക്ക് വീട് നിർമ്മാണ അഡ്വാൻസ് അനുവദിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അവർക്ക് പിന്നെ ഭവന നിർമ്മാണത്തിന് അഡ്വാൻസ് അനുവദിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അത് ധനകാര്യ വകുപ്പിനാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ്. അടുത്ത ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന വായ്പകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? സർക്കാർ ജീവനക്കാർക്ക് നൽകാത്തത്. ഇപ്പോൾ വിവാഹ അഡ്വാൻസ് അത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് നൽകും. അപ്പോൾ അതല്ല. വീട് നിർമ്മാണ അഡ്വാൻസ് അത് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് അഡ്വാൻസ് അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് അഡ്വാൻസ് ആണ് സർക്കാർ ജീവനക്കാർക്ക് നൽകാത്ത ഒരു അഡ്വാൻസ് എന്ന് പറയുന്നത് ഇവിടെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ഏത് സാഹചര്യത്തിലാണ് ഒരു സർക്കാർ ജീവനക്കാരൻ വീട് നിർമ്മാണ അഡ്വാൻസിന് അർഹനല്ലാത്തത്? അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരൻ അർഹനാണെങ്കിൽ എന്തുണ്ടാവാൻ പാടില്ല? അയാളുടെ പേരിൽ വീടുണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ, അയാളുടെ ഭാര്യയുടെ പേരിൽ വീടുണ്ടാവാൻ പാടില്ല. മൂന്നാമത്തെ, അയാളുടെ മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിലും വീടുണ്ടാവാൻ പാടില്ല. ആ 3 സാഹചര്യത്തിലും വീടുണ്ടെങ്കിൽ അയാള് പിന്നെ ഭവന വായ്പയ്ക്ക് അപേക്ഷിക്കാൻ അർഹനല്ല. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ 2 വ്യത്യസ്ത വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു ഹൗസ് അഡ്വാൻസിന് അപേക്ഷ നൽകിയാൽ അത് അനുവദിക്കാൻ അതോറിറ്റി ആരാണ്? അപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്, 2 വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലാണ്. അവര് ജോയിന്റ് ആയിട്ട് ചേർന്നിട്ട് ഒരു ഭവന നിർമ്മാണ വായ്പയ്ക്ക് അപേക്ഷിച്ച് അത് പാസ്സാക്കേണ്ടത് ആരാണ്? അത് പാസ്സാക്കേണ്ടത് ധനകാര്യ വകുപ്പാണ്. അടുത്ത ചോദ്യം, 6 മാസത്തിൽ കൂടുതൽ കാലയളവിലേക്ക് വിദേശ പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അസാധാരണമായ സാഹചര്യങ്ങളിൽ സർക്കാർ നൽകുന്ന സ്പെഷ്യൽ അഡ്വാൻസ് എത്ര തുല്യ ഗഡുക്കളായിട്ടാണ് തിരിച്ചുപിടിക്കുന്നത്? അതാണ് ചോദ്യം. നോക്കുക, ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ പറയാം. 6 മാസത്തിൽ കൂടുതൽ കാലയളവിലേക്ക് വിദേശ പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അയാളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് സർക്കാർ ഒരു പ്രത്യേക അഡ്വാൻസ് നൽകി, സ്പെഷ്യൽ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് നൽകി. അങ്ങനെയാണെങ്കിൽ എത്ര തുല്യ ഗഡുക്കളായിട്ടാണ് തിരിച്ചു പിടിക്കുന്ന ചോദ്യം? അത് പരമാവധി 20 ഗഡുക്കളായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സിവിൽ അഡ്വാൻസ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതാണ് സിവിൽ അഡ്വാൻസിന് എക്സാമ്പിൾ. അപ്പോൾ സിവിൽ അഡ്വാൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് വീട് നിർമ്മാണ അഡ്വാൻസ് എന്ന് പറയുന്നത് സിവിൽ അഡ്വാൻസ് ആണ്. സൈക്കിൾ അഡ്വാൻസ് സിവിൽ അഡ്വാൻസ് ആണ്. മോട്ടോർ സൈക്കിൾ അഡ്വാൻസ് സിവിൽ അഡ്വാൻസ് ആണ്. എന്നാൽ ട്രാൻസ്ഫർ അഡ്വാൻസ് അത് സിവിൽ അഡ്വാൻസ് അല്ല. അതുകൊണ്ട് ഇവിടെ ആൻസർ ട്രാൻസ്ഫർ അഡ്വാൻസ് ആണ്. അടുത്ത ചോദ്യം, സിവിൽ അഡ്വാൻസിൽ ഉൾപ്പെടാത്ത അഡ്വാൻസ് ഏതാണെന്ന് പ്രസ്താവിക്കാം. സിവിൽ അഡ്വാൻസിൽ ഉൾപ്പെടാത്ത അഡ്വാൻസ് ഏതാണെന്ന് പറയാം. ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഓണം ഉത്സവത്തിനുള്ള അഡ്വാൻസ് എന്ന് പറയുന്നത് സിവിൽ അഡ്വാൻസ് ആണ്. കൊതുവല വാങ്ങാനുള്ള അഡ്വാൻസ് സിവിൽ അഡ്വാൻസ് ആണ്. ചെറുകിട ജലസേചനത്തിനുള്ള അഡ്വാൻസ് അത് സിവിൽ അഡ്വാൻസ് അല്ല. സിവിൽ അഡ്വാൻസ് അല്ല. അതാണ് ആൻസർ. ജലസേചനത്തിൽ, ചെറുകിട ജലസേചനത്തിലുള്ള അഡ്വാൻസിനാണ്, അതായത് അഡ്വാൻസ് ഫോർ മൈനർ ഇറിഗേഷൻ, അതാണ് ഇവിടെ ആൻസർ. ഇനി സർക്കാർ ജീവനക്കാരുള്ള സിവിൽ അഡ്വാൻസിൽ താഴെ പറയുന്നവ ഏതാണ്
ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. അതിലെ ഓണ അഡ്വാൻസ് സിവിൽ അഡ്വാൻസ് ആണ്. കൊതുകുവല അഡ്വാൻസ് സിവിൽ അഡ്വാൻസ് ആണ്. ട്രാൻസ്ഫർ അഡ്വാൻസ് അത് സിവിൽ അഡ്വാൻസ് ആണ്. ഇവിടെ പറഞ്ഞ ആൻസർ പൊതുമരാമത്ത് അഡ്വാൻസ് ആണ്. പൊതുമരാമത്ത് അഡ്വാൻസ് സിവിൽ അഡ്വാൻസ് ഇല്ലേ ഉൾപ്പെടാത്തതാണ്. ഇനി മതപരമായ ആഘോഷങ്ങളായിട്ട് സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കുന്ന അഡ്വാൻസിനെ വിളിക്കുന്നത് എന്താണ്? അത് ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ മതപരമായ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവനക്കാർക്ക് അനുവദിക്കുന്നത് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആണ്. ഇനി തിരുവോണം ഫെസ്റ്റിവൽ അഡ്വാൻസ്, നമ്മൾ ഓണത്തിന് ഫെസ്റ്റിവൽ അഡ്വാൻസ് നമുക്ക് അനുവദിക്കാറുണ്ട്. അത് എത്ര ഗഡുക്കളായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടതെന്നാണ് ചോദ്യം. അതെല്ലാവർക്കും അറിയുന്നതാണ്. 5 ഗഡുക്കളായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടത്. 5 തുല്യ പ്രതിമാസ ഗഡുക്കൾ. ഇനി അടുത്ത ചോദ്യം, ഫെസ്റ്റിവൽ അഡ്വാൻസ് അഥവാ ഓണം അഡ്വാൻസ് എന്നിവയുടെ തിരിച്ചടവ് വിവരങ്ങൾ ഏത് KFC ഫോമിലാണ് രേഖപ്പെടുത്തേണ്ടത് എന്നാണ് ചോദ്യം. ഫെസ്റ്റിവൽ അലവൻസിന്റെയും ഓണം അഡ്വാൻസിന്റെയും തിരിച്ചടവ് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ട ഫോറം KFCയിൽ ഫോം 53A ആണ്. ഫോം 53A. ഇനി അവധിക്കാലത്ത് സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കാവുന്ന അഡ്വാൻസ് പേയുടെ തുക എത്രയാണ്? അവധിക്കാലത്ത് സ്ഥലം മാറ്റം ലഭിക്കുക ഉദ്യോഗസ്ഥന് ഒരു അഡ്വാൻസ് പേ നൽകാം. അത് എത്രയാണ് എന്ന ചോദ്യം. അതിന്റെ ആൻസർ സ്ഥലം മാറ്റത്തിന് തൊട്ടു മുമ്പ് ലഭിച്ചിരുന്ന 1 മാസത്തെ ശമ്പളമോ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിന് ശേഷം ലഭിക്കാൻ അർഹതയുള്ള 1 മാസത്തെ ശമ്പളമോ, ഇതിൽ ഏതാണോ കുറഞ്ഞ തുക അതാണ് നൽകേണ്ടത് അഡ്വാൻസ് പേ ആയിട്ട്. ചോദ്യം ഒരിക്കൽ കൂടി പറയാതെ, അവധിക്കാലത്ത് സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കാവുന്ന അഡ്വാൻസ് പേയുടെ തുക എത്രയാണ്? അപ്പോൾ അതിന്റെ ആൻസർ സ്ഥലം മാറ്റത്തിന് തൊട്ട് മുമ്പ് ലഭിച്ചിരുന്ന 1 മാസത്തെ ശമ്പളം ഒന്നുകിൽ, അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിന് ശേഷം ലഭിക്കാൻ അർഹതയുള്ള 1 മാസത്തെ ശമ്പളം. ഇതിൽ ഏതാണോ കുറവ് അത് അനുവദിക്കാം. ഏതായിട്ട്? അഡ്വാൻസ് പേ ആയിട്ട്. അടുത്ത ചോദ്യം, ട്രാൻസ്ഫർ പേ അഡ്വാൻസ് എത്ര ഗഡുക്കളായിട്ടാണ് തിരിച്ചു പിടിക്കേണ്ടത്? ട്രാൻസ്ഫർ പേ അഡ്വാൻസ് എത്ര ഗഡുക്കളായിട്ടാണ് തിരിച്ചു പിടിക്കേണ്ടത്? 3 ഗഡുക്കളായിട്ടാണ് പിടിക്കേണ്ടത്. ട്രാൻസ്ഫർ പേ അഡ്വാൻസ് 3 ഗഡുക്കളായിട്ടാണ് തിരിച്ച് പിടിക്കേണ്ടത്. ഇനി ഒരു വകുപ്പ് മേധാവിയുടെ എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ടൂർ ആവശ്യങ്ങൾക്കുള്ള യാത്രാ ചെലവ് മുൻകൂർ, അത് അഡ്വാൻസ് ഫോർ ട്രാവലിംഗ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള മുൻകൂർ അതായത് അഡ്വാൻസ് അനുവദിക്കുന്നത് ആരാണ്? ഒരു വകുപ്പ് മേധാവിയുടെ അഡ്വാൻസ് ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട്. അത് അദ്ദേഹം തന്നെയാണ്, വകുപ്പ് മേധാവി തന്നെയാണ്, അതായത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഹിംസെൽഫ്. അടുത്ത ചോദ്യം, സർവീസിലിരിക്കെ മരണമടയുന്ന ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് അനുവദിക്കാവുന്ന പരമാവധി TA അഡ്വാൻസ് എത്രയാണ്? ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ചോദ്യം എങ്ങനെയാന്ന് വെച്ചാൽ പരമാവധി TA അഡ്വാൻസ് എത്രയാണെന്നാണ് ചോദ്യം. സർവീസിലിരിക്കെ മരണമടയുന്ന ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് അനുവദിക്കാവുന്ന പരമാവധി TA അഡ്വാൻസ് മുൻകൂറായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആൻസർ അനുവദനീയമായ TA അനുവദനീയമാണ്. അത് ആ അനുവദനീയമായ TA 3/4 ഭാഗം, 3/4 ഭാഗമാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പലിശയില്ലാത്ത അഡ്വാൻസ് ഏതാണ്? അതായത് നോട്ട് ആൻ ഇൻട്രസ്റ്റ് ബിയറിംഗ് പേ ഏതാണ്? ഇപ്പൊ ഇവിടെ പറഞ്ഞതിൽ വെച്ച് ട്രാൻസ്ഫർ പേ അഡ്വാൻസിന് പലിശയില്ല. ട്രാൻസ്ഫർ പേ അഡ്വാൻസ്. അടുത്ത ചോദ്യം, കൊതുക് വലകൾ അഥവാ മോസ്കിറ്റോ നെറ്റ്സ് വാങ്ങുന്നതിനായി നൽകുന്ന അഡ്വാൻസ് എത്ര തുല്യ പ്രതിമാസ ഗഡുക്കളായിട്ടാണ് തിരിച്ചു പിടിക്കേണ്ടത്? ചോദ്യം പ്രസക്തമല്ല, ഇപ്പോൾ അതൊന്നും ആരും വാങ്ങാത്തതാണ്, എങ്കിലും ഒരു ചോദ്യം എന്നുള്ള നിലയിൽ ഞാനത് പറയാണ്. കൊതുവല മോസ്കിറ്റോ നെറ്റ് മേടിച്ചാൽ 10 തുല്യ ഗഡുക്കളായിട്ടാണ് തിരിച്ചു പിടിക്കേണ്ടത്.
10 അത് വളരെ സാലറി വളരെ കുറവായിരുന്ന പണ്ട് കാലത്ത് 200 രൂപയ്ക്കാണ് ഈ മോസ്കിറ്റോ അലവൻസ് കിട്ടുക. അത് 10 ഗഡുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം 20 രൂപ വെച്ചാൽ പിടിക്കുക. അപ്പോൾ എത്രത്തോളം ഉണ്ട് നമ്മൾ എന്ന് ആലോചിക്കണം. മാത്രമല്ല അന്ന് ജീവനക്കാർ എത്രത്തോളം കുറഞ്ഞ ശമ്പളത്തിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നും എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നുപോയതെന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന പലിശരഹിത അഡ്വാൻസ്, അതായത് ഇൻട്രസ്റ്റ് ഫ്രീ അഡ്വാൻസ് ഏതാണ്? അത് ഇതിൽ പറഞ്ഞു വെച്ചിട്ട് മെഡിക്കൽ അഡ്വാൻസാണ്. മെഡിക്കൽ അഡ്വാൻസിന് നമ്മൾ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഫ്രീ അഡ്വാൻസ് കൊടുക്കും. അഥവാ ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് സർക്കാർ കൊടുക്കുന്നുണ്ട്. അതാണ് മെഡിക്കൽ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇനി കൊതുകുവലകൾ വാങ്ങുന്നതിനുള്ള അഡ്വാൻസിന്റെ പലിശ നിരക്ക് എത്രയാണ്? മോസ്കിറ്റോ നെറ്റ് വാങ്ങുന്നതിനുള്ള അഡ്വാൻസിന് എത്ര പലിശ കൊടുക്കണം? എൻ്റെ ആൻസർ ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. പലിശ ഇല്ലാത്ത ഒരു അഡ്വാൻസ് ആണ് ഈ മോസ്കിറ്റോ നെറ്റ് വാങ്ങാനുള്ള അഡ്വാൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മെഡിക്കൽ അഡ്വാൻസ് ലോൺ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോൺ ലഭിച്ച് എത്ര മാസത്തിനുള്ളിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്ലെയിം റീഇംബേഴ്സ്മെന്റ് ലോൺ വിതരണം ചെയ്ത അധികാരിക്ക് സമർപ്പിക്കണം? മെഡിക്കൽ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം സമർപ്പിച്ചാലും മതി. അത് എത്ര കാലത്തിനുള്ളിൽ സമർപ്പിക്കണം എന്നാണ് ചോദ്യം. അത് 3 മാസത്തിനുള്ളിൽ ഒന്നുകിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അല്ലെങ്കിൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ ക്ലെയിം സമർപ്പിക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ റവന്യൂ അഡ്വാൻസ് അല്ലാത്തതേത്? അത് ഇവിടെ പറഞ്ഞിരിക്കുക റവന്യൂ അഡ്വാൻസ് കുറേ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ അതല്ലാത്തത് സസ്യങ്ങളിലെ കീടനിയന്ത്രണത്തിനുള്ള അഡ്വാൻസ് എന്ന് പറയുന്നത് ഈ റവന്യൂ അഡ്വാൻസ് അല്ല. അതുകൊണ്ട് അതാണ് ഇവിടെ ആൻസർ. അടുത്ത ചോദ്യം, കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഫോർ റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ് ഒരു ഡാഷ് അഡ്വാൻസ് ആണ്. അത് ഏത് തരം അഡ്വാൻസിന് ഉദാഹരണമാണ് എന്നാണ് ചോദ്യം. അതായത് കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള എൻക്രോച്ച്മെന്റ് നീക്കുന്നതിനുള്ള അഡ്വാൻസ് എന്ന് പറയുന്നത് ഏത് തരം അഡ്വാൻസ്? അതൊരു റവന്യൂ അഡ്വാൻസ് ആണ്. ഓർമ്മിച്ചിരിക്കുക, കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട അത് സ്ഥലവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഒരു റവന്യൂ അഡ്വാൻസ് എന്ന വിഭാഗത്തിലാണ് വരിക. അടുത്ത ചോദ്യം, പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെലവായ തുക ഈടാക്കി ട്രഷറിയിൽ അടയ്ക്കുന്നത് ആരാണ്? പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവായ തുക ഈടാക്കിയിൽ ട്രഷറിയിൽ അടയ്ക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചു. അത് വില്ലേജ് ഓഫീസറാണ്. അത് അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസറാണ്. അടുത്ത ചോദ്യം, ലോണുകളുടെയും അഡ്വാൻസുകളുടെയും വിനിയോഗം നിരീക്ഷിക്കുന്നതിനുള്ള രജിസ്റ്റർ, ലോണുകൾ അഡ്വാൻസിൻ്റെയും വിനിയോഗം നിരീക്ഷിക്കുന്നതിനുള്ള രജിസ്റ്റർ ഏത് KFC ഫോമിലാണ് സൂക്ഷിക്കേണ്ടത്? അത് അതിൻ്റെ ആൻസർ ഫോം 55B ആണ്. ഫോം 55B. അടുത്ത ചോദ്യം, സർവീസിലിരിക്കെ മരിച്ച ഒരു സർക്കാർ ജീവനക്കാരനെടുത്ത ഭവന നിർമ്മാണ അഡ്വാൻസിന്റെ ബാധ്യതകൾ ഒഴിവാക്കുന്നതിനായി അപേക്ഷ സമർപ്പിക്കുന്നയാൾ വായ്പ അനുവദിച്ച ആവശ്യത്തിനായി തന്നെയാണ് അത് പൂർണ്ണമായും വിനിയോഗിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം ആരുടെ പക്കൽ നിന്നാണ് ഹാജരാക്കേണ്ടത്? അപ്പോൾ ഭവന നിർമ്മാണ വായ്പ എടുത്തു, ആള് മരണപ്പെട്ടു പോയി, അപ്പോൾ അത് ബാധ്യതയായി. അപ്പോൾ അങ്ങനെ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇവയിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതൊരു അഫിഡവിറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത് ആരുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടാണ് അത് സമർപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ആ പ്രദേശത്തെ നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്തു നിന്നാണ് ആ അഫിഡവിറ്റ് വാങ്ങേണ്ടത്. ഇനി അടുത്ത ചോദ്യം, തിരിച്ചടയ്ക്കേണ്ട അഡ്വാൻസുകളുമായി ബന്ധപ്പെട്ട് ഓരോ അഡ്വാൻസിന് കീഴിലുമുള്ള ബാക്കി തുകയുടെ സർട്ടിഫിക്കറ്റ് വകുപ്പ് മേധാവി വർഷം തോറും ആർക്കാണ് നൽകേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ മാർച്ച് 31 വെച്ചിട്ട് തിരിച്ചടയ്ക്കേണ്ട അഡ്വാൻസുകളുടെ ഒരു കണക്ക് ആർക്ക് നൽകണം? അക്കൗണ്ടന്റ് ജനറലിലാണ് നൽകേണ്ടത്. ജൂലൈ 15-നാണ് ഇത്
നൽകേണ്ടത്. മാർച്ച് 31 വെച്ചിട്ടുള്ള കണക്ക് വെച്ചിട്ടാണ് അത് നൽകേണ്ടത്. അടുത്ത ചോദ്യം. ഒരു സർക്കാർ ജീവനക്കാരന് നൽകിയ അഡ്വാൻസിന്റെ തിരിച്ചടവ് ഷെഡ്യൂൾ ഓഫ് റിക്കവറി ഓഫ് അഡ്വാൻസ് രേഖപ്പെടുത്തുന്ന ഫോം നമ്പർ ഏതാണ്? ഒരു സർക്കാർ ജീവനക്കാരന് നൽകിയ അഡ്വാൻസിന്റെ തിരിച്ചടവ് ഷെഡ്യൂൾ, അത് ഫോം നമ്പർ 106 ആണ്. ഫോം നമ്പർ 106. ഇനി വായ്പയും പലിശയും പൂർണ്ണമായും തിരിച്ചടച്ചതിന് ശേഷം, അപ്പോൾ ഒരു ഹൗസിംഗ് ലോണിന്, അതായത് HBAയിൽ അല്ലെങ്കിൽ ഭവന വായ്പയിൽ മുതലും അടയ്ക്കണം, പലിശ അടയ്ക്കണം. അത് പൂർണ്ണമായി അടച്ചതിന് ശേഷം മോർട്ട്ഗേജുകൾ നമുക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള ശുപാർശ, അതായത് സ്ഥലത്തിന്റെ ആധാരവും മറ്റുള്ള ഡീഡുകളൊക്കെ തിരിച്ചു കിട്ടണം, അതിനുള്ള അപേക്ഷ വിട്ടുകൊടുക്കുന്നതിനുള്ള ശുപാർശ സാങ്ഷനിങ് അതോറിറ്റിക്ക് നൽകുന്നത് ആരാണ്? അപ്പോൾ അത് ആദ്യം നമ്മൾ ഈ അപേക്ഷ അക്കൗണ്ടന്റ് ജനറലാണ് കൊടുക്കുന്നത്. അക്കൗണ്ടന്റ് ജനറലാണ് ആർക്ക്? സാങ്ഷനിങ് അതോറിറ്റിക്ക് ഇത് വിട്ടുകൊടുക്കാം എന്നുള്ള ശുപാർശ നൽകുന്നത്. അടുത്ത ചോദ്യം. ഭവന നിർമ്മാണ വായ്പയ്ക്കായി ഒരു സർക്കാർ ജീവനക്കാരൻ ഈട് നൽകിയ വസ്തുവിന്റെ റിലീസ് ഡീഡ് സർക്കാർ നടപ്പിലാക്കുമ്പോൾ നൽകേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയെ സംബന്ധിച്ച നിബന്ധന എന്താണ്? അപ്പോൾ ഒരു HBA ഭവന വായ്പ എടുത്ത് അതിൽ ഡീഡൊക്കെ സർക്കാരിലേക്ക് രേഖാമൂലം എഴുതി കൊടുത്തതാണ്. പക്ഷെ സർക്കാർ ഇത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഈ ഡീഡ് റിലീസ് ചെയ്യും. അപ്പോൾ ഈട് നൽകിയ വസ്തു തിരിച്ചു കൊടുക്കും. അങ്ങനെ നടപ്പാക്കുമ്പോൾ നമ്മൾ ഈ സാധാരണ ചെറിയ സഹകരണ ബാങ്കിലൊക്കെ പണ്ട് കാലത്ത് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഒഴിമുറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ അങ്ങോട്ട് എഴുതി കൊടുത്തു, തിരിച്ച് എഴുതി തരുന്നതിനാണ് ഈ ഒഴിമുറിയായിട്ട് നമ്മൾ പറയും. അപ്പോൾ അതുപോലെ ഇവിടെ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഡീഡൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ നൽകേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയെ പറ്റിയുള്ള ഒരു നിബന്ധന എന്താണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ, ഒരു ഗസറ്റഡ് ഓഫീസർ ആണ് ഇയാളെങ്കിൽ, ലോൺ എടുത്തയാളെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം, അല്ലാത്തതാണെങ്കിൽ അടയ്ക്കേണ്ട. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ 50% ആണ് ഏകദേശം അതിന് വരുന്നത്. അപ്പോൾ എന്തായാലും ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണമെന്നാണ് അതിൻ്റെ വ്യവസ്ഥ. ഒരു സർക്കാർ ജീവനക്കാരന് അനുവദിച്ച സൈക്കിൾ അഡ്വാൻസ് അനുമതി ലഭിച്ച തീയതി മുതൽ എത്ര മാസത്തിനുള്ളിൽ പിൻവലിച്ചിരിക്കണം? അനുമതി ലഭിച്ചത് മുതൽ 2 മാസത്തിനുള്ളിൽ അത് പിൻവലിച്ചിരിക്കണം. സൈക്കിൾ അഡ്വാൻസ് ആണ്. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രസക്തമല്ല, എന്നാലും അത് ചോദ്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം. സ്ഥിരം ജോലിയുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എടുത്ത സൈക്കിൾ അഡ്വാൻസ് തിരിച്ചടയ്ക്കാൻ അനുവദനീയമായ പരമാവധി ഗഡുക്കളുടെ എണ്ണം എത്രയാണ്? അതാണ്. അപ്പോൾ പരമാവധി ഗഡുക്കളുടെ ഗണം എന്ന് പറയുന്നത് 20 ഗഡുക്കളായിട്ടാണ് സൈക്കിൾ അഡ്വാൻസ് തിരിച്ചടയ്ക്കേണ്ടത്. പരമാവധി ഗഡുക്കൾ 20 ആണ്. അടുത്ത ചോദ്യം. മാരേജ് അഡ്വാൻസ് തുക, ക്ലാസ് 4 ജീവനക്കാരനാണ് മാരേജ് അഡ്വാൻസ് കൊടുക്കുക. മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിന് അവരുടെ മകളുടെ വിവാഹ ആവശ്യത്തിന് കൊടുക്കുന്ന ഒരു അഡ്വാൻസ് ആണ് മാരേജ് അഡ്വാൻസ്. മറ്റൊരു കാറ്റഗറിയിലും പെട്ടവർക്ക് മാരേജ് അഡ്വാൻസ് കിട്ടുന്നതല്ല. സർവീസ് നിബന്ധനകൾ വിവാഹ അഡ്വാൻസ് അനുവദിക്കുന്നതിനുള്ള സർവീസ് കാലാവധി സംബന്ധിച്ച നിബന്ധനകൾ ഏതൊക്കെയാണ്? അപ്പോൾ അത്തരത്തിൽ ഒരു മാരേജ് അഡ്വാൻസ് കിട്ടണമെങ്കിലുള്ള നിബന്ധന എന്താണെന്ന് ചോദിച്ചു. ഒന്ന് അയാൾക്ക് 5 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. 2 വർഷമെങ്കിലും റിട്ടയർ ചെയ്യാൻ സർവീസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ, അപ്പോൾ 5 വർഷം സർവീസും വേണം, റിട്ടയർ ചെയ്യാൻ മിനിമം 2 വർഷമെങ്കിലും വേണം താനും. അങ്ങനെയുള്ളവർക്ക് ഈ മാരേജ് അഡ്വാൻസ് അനുവദിക്കുകയുള്ളൂ. പലിശയുള്ള അഡ്വാൻസ്, താഴെ പറയുന്നവയിൽ പലിശ ഈടാക്കുന്ന അഡ്വാൻസ് ഏതാണ്? അത് ഇവിടെ കൊടുത്തതിൽ ആൻസർ പെൺമക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വരുന്ന മാരേജ് അഡ്വാൻസിന് പലിശ ഈടാക്കുന്ന അഡ്വാൻസ് ആണ്. അപ്പോൾ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്
ഈ 9ാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ചാപ്റ്റർ കുറച്ചുകൂടി ഫേവറായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പറയുന്നില്ല. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.